കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചില മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചത്. അതായത് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ-ഇ-തൊയ്ബ ഡൽഹിയിലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യ തലസ്ഥാനത്തെ ചില ക്ഷേത്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകരാക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുന്നറിയിപ്പായിരുന്നു അത്. അതേ തുടർന്ന് തന്നെ ഡൽഹിയിലടക്കം കനത്ത ജാഗ്രതയാണ് നമ്മുടെ രാജ്യം സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന വാർത്തകൾ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ അപ്രതീക്ഷിത ആക്രമണം നടത്തിയതായും തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ നശിപ്പിച്ചതായും ഇപ്പോൾ പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നു. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു പാകിസ്ഥാനിലെ ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഭീകരാക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ നീക്കമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ആക്രമണം നടന്നത് കൃത്യമായി ഏത് സ്ഥലത്താണെന്നോ എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നോ ഉള്ള വിവരങ്ങൾ പാകിസ്ഥാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിക്കുള്ളിലേക്ക് കടന്നാണ് പാകിസ്ഥാൻ ബോംബിട്ടതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി അതൗല തരാർ ഇന്ന് രാവിലെ എക്സിലൂടെയാണ് സുപ്രധാന വിവരം പങ്കുവച്ചത്. പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ, അവരുടെ സഖ്യകക്ഷികൾ തുടങ്ങിയവരുടെ 7ഓളം താവളങ്ങൾ ലക്ഷ്യം വെച്ചാണ് സൈന്യം ആക്രമണം നടത്തിയത്. ഇന്റലിജൻസ് അധിഷ്ഠിതമായി നടത്തിയ കൃത്യമായ ഓപ്പറേഷൻ എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. TTPയെ കൂടാതെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പുകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങളും പാകിസ്ഥാൻ സൈന്യം ആക്രമിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒന്നിനെയും വെച്ചു പൊറുപ്പിക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇതിലൂടെ പാകിസ്ഥാൻ നൽകുന്നത്. എന്നാൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ അപ്രതീക്ഷിത സൈനിക നീക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ചൊല്ലി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നേരത്തെ തന്നെ തർക്കങ്ങൾ നിലനിന്നിരുന്നു. പാകിസ്ഥാനിലെ ജനവാസ മേഖലകളെയും സൈനികരെയും ലക്ഷ്യമാക്കി നടക്കുന്ന ആക്രമണങ്ങളുടെ ഉറവിടം അതിർത്തിക്കപ്പുറമാണെന്ന വാദത്തിൽ പാകിസ്ഥാൻ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം ചൊളോ ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാന്റെ വ്യോമസേനാ ജെറ്റുകൾ അഫ്ഗാനിസ്ഥാനിലെ പക്തിക പ്രവിശ്യയിലെ ബർമൽ ജില്ലയിലെ മതപഠന കേന്ദ്രം ലക്ഷ്യമാക്കിയും നംഗർഹാർ പ്രവിശ്യയിലെ ഗോഗിരി ജില്ലയിലെ ഒന്നിലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയതായും പറയുന്നു. പക്തികയിലെ അർഗുണിലും നംഗർഹറിലെ ബൽസോദ്, ഗാനി, ഗേൽ ജില്ലകളിലും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അടുത്തിടെയുണ്ടായ ചാവേർ ആക്രമണം ഉൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളാണെന്നും പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പാക് സൈന്യം 7 ഭീകരവാദ കേന്ദ്രങ്ങളിലും ഒളിത്താവളങ്ങളിലും ആക്രമണം നടത്തിയെന്ന് പാക് മന്ത്രി പറഞ്ഞു. എന്നാൽ എവിടെയാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്ന കാര്യം പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസമുണ്ടായ ചാവേർ ആക്രമണത്തിന് തിരിച്ചടി എന്നോണമാണ് ഭീകരരുടെ ഒളിത്താവളങ്ങൾ തകർത്തതെന്നാണ് പാകിസ്ഥാൻ വാർത്താവിതരണ മന്ത്രി അതൗല തരാറിന്റെ വെളിപ്പെടുത്തൽ. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത 7 പാക് താലിബാൻ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്നാണ് മന്ത്രി അവകാശപ്പെടുന്നത്. TTPയുടെയും അനുബന്ധ സംഘടനകളുടെയും താവളങ്ങൾക്ക് പുറമെ IS അനുഭാവികളുടെ താവളവും ആക്രമിച്ചെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. എന്നാൽ അതിർത്തിയിലെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് പാകിസ്ഥാൻ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഫിറ്റ്ന അൽ ഗവറിജ്, ദൈഷ് ഖൊറസാൻ പ്രവിശ്യ എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നതെന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണക്കാർക്കിടയിലേക്കാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയതെന്നും അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു. പക്തിക പ്രവിശ്യ, നാഗ്ഹാർ തുടങ്ങിയിടങ്ങളിലെ മതപഠനശാലയിലും സാധാരണക്കാർ താമസിക്കുന്നിടത്തുമാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. നിരവധി പേർ കൊല്ലപ്പെട്ടു. സ്ത്രീകളും കുട്ടികളും അടക്കം പലർക്കും പരിക്കേറ്റു. അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം പാക് ആക്രമണത്തെ അപലപിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. അഫ്ഗാനിസ്ഥാനിൽ എവിടെയും ആക്രമണം ഉണ്ടായതായി താലിബാൻ ഇതുവരെയും പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല. അഫ്ഗാനിസ്ഥാനിലെ പക്തിക പ്രവിശ്യയിലെ ബർമൽ ജില്ലയിലുള്ള മതപഠന കേന്ദ്രത്തിന് നേരെ പാക് വ്യോമാക്രമണം ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ.
ഇതിനു പുറമെ പല ജില്ലകളിലും വ്യോമാക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ തുടരുന്ന സംഘർഷം അടുത്തിടെ സൗദിയുടെ മധ്യസ്ഥതയിൽ അയവ് വന്നിരുന്നു. സംഘർഷത്തിൽ നിരവധി പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം 3 പാകിസ്ഥാൻ സൈനികരെ വിട്ടയച്ചിരുന്നു. ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് വീണ്ടും പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പാക് സൈന്യം 7 ഭീകരവാദ കേന്ദ്രങ്ങളിലും ഒളിത്താവളങ്ങളിലും ആക്രമണം നടത്തിയെന്നും പാക് മന്ത്രി പറഞ്ഞു. എന്നാൽ എവിടെയാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്ന കാര്യം പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടില്ല. സാധാരണക്കാർക്കിടയിലേക്കാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയതെന്നും അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു. മറ്റുള്ള പല കേന്ദ്രങ്ങളും, അതായത് സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലേക്കാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പേർ കൊല്ലപ്പെട്ടു. സ്ത്രീകളും കുട്ടികളടക്കം പലർക്കും പരിക്കേറ്റു. അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം പാക് ആക്രമണത്തെ അപലപിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്ലാമാബാദിലെ പള്ളിയിൽ അടുത്തിടെയുണ്ടായ ഭീകരാക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനു പിന്നിൽ IS ആണെന്നാണ് പാകിസ്ഥാൻ ആരോപിച്ചിരുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് 160ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. പാകിസ്ഥാനിൽ 2008 ശേഷം നടന്ന ഏറ്റവും ശക്തമായ ഭീകരാക്രമണമായിരുന്നു ഇതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ബജൌറിലെ സെക്യൂരിറ്റി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറ്റി നടത്തിയ ചാവേർ ആക്രമണത്തിൽ 11 സൈനികരും ഒരു കുട്ടിയുമാണ് കൊല്ലപ്പെട്ടത്. അഫ്ഗാനിസ്ഥാൻ പൗരനാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു പിന്നീട് കണ്ടെത്തിയത്. ഈ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മാത്രം മുമ്പേ ബെന്നുവിലെ സൈനിക സുരക്ഷാ വ്യൂഹത്തെ ലക്ഷ്യമിട്ടും ചാവേർ ആക്രമണം നടന്നു. ഇതിൽ 2 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. അതിർത്തി കടന്നുള്ള ഇത്തരം ഭീകരവാദം കൈയും കെട്ടി നോക്കി ഇരിക്കില്ല എന്നായിരുന്നു പാകിസ്ഥാൻ ഇതിനോട് പ്രതികരിച്ചത്. പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത്. പ്രദേശത്ത് സമാധാനം പുലരുന്നതിനായി പാകിസ്ഥാൻ എപ്പോഴും പ്രയത്നിക്കുന്നുവെന്നും എന്നാൽ പാക് പൗരന്മാരുടെ ജീവനും സുരക്ഷിതത്വത്തിനും ഭീഷണി ഉയരുന്ന സാഹചര്യം ഉണ്ടായാൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നായിരുന്നു മന്ത്രി തരാറിന്റെ വാക്കുകൾ. ഇസ്ലാമാബാദിൽ ഈ മാസം ആദ്യമായി ഉണ്ടായ ചാവേർ ആക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിന്റെ പ്രതികാരം എന്നോണമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇത്തരത്തിലുള്ള മിന്നൽ നീക്കം പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്.